ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമ്പിൾ വ്ളോഗ്സ് ആൻഡ് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ളൂ. ഇപ്പോൾ തുടക്കത്തിൽ ഇതുവരെ ഒന്നും പാചകം ചെയ്യാതെ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നവർക്കോ പ്രവാസം തുടങ്ങുന്നവർക്കോ പെട്ടെന്നൊരു സാധനം, ഇപ്പോൾ ചോറ് കഴിക്കാൻ നേരത്തൊന്നുമില്ല, അപ്പോൾ പെട്ടെന്നൊരു മാങ്ങയുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കാം. എങ്ങനെ അത് ഉണ്ടാക്കാം എന്നുള്ളൊരു ചെറിയൊരു റെസിപ്പിയാണ് ഇത്. ഭയങ്കരമായിട്ട് പാചകം അറിയാവുന്നവർക്ക് വേണ്ടിയുള്ളതൊന്നുമല്ല. നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ട ഒരു മാങ്ങയാണ്. മാങ്ങ ഏതാണ്ട് ഇത് കണക്ക് കട്ട് ചെയ്ത് വെക്കുക, തീരെ ചെറുതായിട്ട്, ചെറിയ നീളത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പിരിയമുളക് പൊടിയാണ്, കാശ്മീരി അല്ല. അപ്പോൾ വളരെ കുറച്ച് മതി, നല്ല എരിവുള്ള മുളകാണ്, വളരെ കുറച്ച് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കായത്തിൻ്റെ പൊടി കുറച്ച് ചേർക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നല്ല കണക്ക് മിക്സ് ചെയ്യുക. കൈകൊണ്ടായിരുന്നു മിക്സ് ചെയ്യേണ്ടത്, എന്നാലും കുഴപ്പമില്ല. നമുക്കിപ്പം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നല്ല കണക്ക് എല്ലാ ചെറിയ മാങ്ങയുടെ പീസിലും ഇട്ടുന്ന രീതിയിൽ നല്ല കണക്ക് മിക്സ് ചെയ്യണം. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇത് അധിക ദിവസം ഇരിക്കത്തില്ല. അത് നമ്മൾ 2 ദിവസം 3 ദിവസം അല്ലെങ്കിൽ ഒരു നേരത്തെ കറിക്കാണ് സത്യം പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഒരു കറിയൊന്നുമില്ല, അപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും കൂടി ചോറ് കഴിക്കണം. അതിനുവേണ്ടി ഇച്ചിരി തൈര് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കണക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. അതിനുവേണ്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ ഇത്രയും സാധനങ്ങളിട്ടൊന്ന് മിക്സ് ചെയ്ത് കടുക് വറുത്തിടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ അച്ചാർ ഒരുപാട് നാളിരിക്കും എന്നൊന്നും പ്രതീക്ഷിക്കരുത്. ഇത് പെട്ടെന്നുള്ളൊരു സാധനമാണ്, പെട്ടെന്ന് കഴിക്കാനായിട്ട്, പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് തീരുന്നൊരു സാധനം. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് എല്ലായിടത്തും ആയിട്ടുണ്ട്. കൊള്ളാം. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കടുക് വറുക്കുക. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് വെക്കുക. ഓക്കെ, ഇവിടെ നല്ല കാറ്റുണ്ട്, അതുകൊണ്ടാണ്. കുറച്ച് എണ്ണ, ഓക്കെ, കടുക് പൊട്ടാൻ വേണ്ടിയുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടാകട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില, ഓക്കെ, അതിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽ മുളക് കീറിയിടുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഇത്രയും മതി. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.